ന്യൂറിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ പുതുമ എന്ന ആൽബം യൂട്യൂബിൽ ശ്രദ്ധേയമാകുന്നു. പുതുമയുടെ സംവിധായകൻ ഹരി പി നായരും ഗായിക ശ്രുതിയുമാണ് മോർണിംഗ് ഷോയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണ ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ അത് പ്രമേയമായിട്ടുള്ള നിരവധി ആൽബങ്ങൾ വരാറുണ്ട്. പക്ഷേ ന്യൂ ഇയർ പ്രമേയമായുള്ള ആൽബങ്ങൾ വളരെ കുറവാണ്. എന്താണ് ഹരി ഇത്തരത്തിലൊരു ആൽബത്തിന്റെ രചനയിലേക്ക് എത്തിച്ചത്? ആദ്യമായി ഏവർക്കും പുതുവത്സര ആശംസകൾ. ആൽബത്തിൻ്റെ പേര് തന്നെ പുതുമ എന്നാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതുമയാകാമെന്ന് കരുതി. പുതുവത്സരത്തിന് സാധാരണ അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ഒന്നും കാണാറില്ല. ഈ ഡിവോഷണൽ ആൽബംസ് സീസണലായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഓണപ്പാട്ടുകൾ വരാറുണ്ട്. അപ്പോൾ പുതുവത്സരം എന്ന നിലയിൽ പുതുവത്സരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ട് അണിയിച്ചൊരുക്കാം എന്ന് കരുതി. അത് തന്നെയാണ് ഇതിനുള്ളൊരു പ്രചോദനം. ഹരി തന്നെയാണ് രചനയും നിർവഹിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഹരിക്ക് രചനയിൽ മുൻകൂർ പരിചയമുണ്ടോ? എങ്ങനെയായിരുന്നു രചനയൊക്കെ? പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ചെറിയ ചില ശ്രമങ്ങൾ നടത്താറുണ്ട്, ഇടയ്ക്ക് ചില പാട്ടുകൾ എഴുതാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പെട്ടെന്ന് മ്യൂസിക് വീഡിയോ ചെയ്യണം എന്നുദ്ദേശിച്ച് എഴുതിയതല്ല. സത്യത്തിൽ എഴുതി വന്നപ്പോൾ പിന്നെ ശ്രുതിയുമായി സംസാരിച്ചപ്പോൾ ശ്രുതിക്കും പാടാൻ ഉള്ളൊരു താല്പര്യമുണ്ട്. ശ്രുതി അഭിനയിക്കുമ്പോൾ എന്നുള്ളതൊരു പരീക്ഷണമായിരുന്നു. അതും നന്നായി ചെയ്തു. അപ്പോൾ അങ്ങനൊരു പിന്നെ ഞങ്ങളൊരു ടീം വർക്കാണ്, കൂട്ടായൊരു ശ്രമത്തിലൂടെയാണത് പൂർത്തിയാക്കിയത്. അപ്പോൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ശ്രുതിയെ ഗായികയെയും അതുപോലെ തന്നെ അഭിനേത്രിയെയും എല്ലാം നിശ്ചയിക്കുന്നത്. അതെ, ശ്രുതിയെ നേരത്തെ എനിക്ക് പരിചയമുണ്ട്. ശ്രുതി നേരത്തെ തന്നെ വളരെ പ്രശസ്തമായ സംഗീത റിയാലിറ്റി ഷോസിലൂടെ മലയാളികൾക്ക് അറിയപ്പെടുന്ന ഒരു ഗായികയാണ്, ടെലിവിഷൻ അവതാരകയാണ്, ഒട്ടേറെ പരിപാടികൾ ആങ്കർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഓൺ സ്ക്രീൻ അങ്ങനെ ആക്ട് ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവർക്ക് നല്ലൊരു താല്പര്യമുണ്ട്, ഒരു ഉത്സാഹമുണ്ട് കാര്യങ്ങൾ ചെയ്യാനായി. അപ്പോൾ ഈ പാട്ടിന് ഇണങ്ങുന്ന ഒരു സ്വരമാണ്, അല്ലെങ്കിൽ ആലാപന രീതിയാണ് ശ്രുതിയുടെ. അപ്പം ഇനിയിപ്പോൾ മറ്റൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കേണ്ടതുമില്ല എന്ന് കരുതി അങ്ങനെ ആലാപനവും അഭിനയവും ശ്രുതി തന്നെ നിർവഹിക്കുകയായിരുന്നു. ശ്രുതി, ഹരി പറയുന്ന ഒരു പരീക്ഷണമായിരുന്നു ശ്രുതിയുടെ അഭിനയം എന്ന്, നന്നായി ചെയ്തു എന്ന് ഹരി പറയുന്നു. ശ്രുതിക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു അഭിനയമൊക്കെ? അതെ, പറഞ്ഞാൽ അഭിനയം വഴങ്ങുമെന്നുള്ളത് വലിയൊരു ഡൗട്ടായിരുന്നു. ഞാൻ പാടിയിട്ടുണ്ട്, ആങ്കർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴൊരു പേടി ഉണ്ടായിരുന്നില്ല. ആങ്കറിങ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 1-2 ചാനൽസിൽ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആൾക്ക് ഹരിയേട്ടന് കോൺഫിഡൻ്റ് ആയിരുന്നു, ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചെയ്തു നോക്കി. അത് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ പുറത്തു വന്നെന്ന് തോന്നുന്നു. ഈ പുതുമയിൽ ന്യൂ ഇയറിനെ പറ്റിയുള്ള വരികൾ വരുന്നത് വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ്. തുടക്കത്തിലും അവസാനത്തിലും മാത്രമേ ആ ന്യൂ ഇയറിനെ കുറിച്ച് പറയുന്നുള്ളൂ. മറ്റു ഭാഗങ്ങളിലെല്ലാം ഒരു കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ചും ഗ്രാമീണ ഭംഗിയെക്കുറിച്ചെല്ലാമാണ് കൂടുതലായും ആ കവിതയിൽ പറയുന്നത്. എന്താണ് മറ്റു വരികളിലൂടെയെല്ലാം എന്ത് കൺവേ ചെയ്യാനാണ് ഹരി ഉദ്ദേശിച്ചത്? അതായത് എന്ത് വിശേഷമായിക്കോട്ടെ, അത് ഓണമായിക്കോട്ടെ പുതുവത്സരമായിക്കോട്ടെ, മലയാളികൾക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നുക നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ സമൃദ്ധിയെക്കുറിച്ച്, ഇവിടുത്തെ പച്ചപ്പിനെക്കുറിച്ച് ഒക്കെ വരികളിലൂടെ വർണ്ണിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ ഇതിൽ പുതുമയുടെ പുഞ്ചിരി പാലാഴി തീർക്കുവാൻ നിറഭംഗിയോടെത്തി നവവത്സരം എന്നാണ് തുടങ്ങുന്നത്. പിന്നീട് കേരളത്തെക്കുറിച്ചും കവിതയുടെ കർണികാരങ്ങൾ പുഷ്പിക്കുന്നതിനെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ ലളിതമായിട്ട് വർണ്ണിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത് മലയാളിത്വം തന്നെയാണല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ മലയാളികളുടെ ഭാഗത്തു നിന്നാണ്. വരികളിലൂടെയും അല്ലെങ്കിൽ വിഷ്വൽസിലൂടെയും നമ്മുടെ നാടിനെ വർണ്ണിക്കുന്ന സാധ്യതകളെല്ലാം അവർ വളരെ ആസ്വദിക്കുന്നു. അപ്പോൾ അതിൽ എത്രത്തോളം പുതുമ ചേർക്കാം എന്ന് ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. ശ്രുതി, ആ പാട്ടൊന്ന് മീഡിയ വൺ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ഇവിടെ ഒന്ന് പാടിയാലോ? തീർച്ചയായും. പുതുമ തൻ പുഞ്ചിരി പാലാഴി തീർക്കാൻ നിറഭംഗിയോടെത്തി നവവത്സരം, പരിവർത്തനത്തിൻ പൂത്താലമേന്താൻ പടികടന്നെത്തുന്നു പ്രിയവാസരം, പടികടന്നെത്തുന്നു പ്രിയവാസരം. പുതുമ തൻ പുഞ്ചിരി പാലാഴി തീർക്കാൻ നിറഭംഗിയോടെത്തി നവവത്സരം.
ഇനി ആൽബത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആൽബങ്ങളിലെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം വളരെ മനോഹരമായ സ്ഥലങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആ ഗ്രാമീണ സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ പ്രതിഫലിപ്പിക്കാൻ ആൽബങ്ങളിലെ ദൃശ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം? നല്ല അത്ര മനോഹരമായ ലൊക്കേഷൻ എല്ലാം എങ്ങനെ കണ്ടെത്താൻ സാധിച്ചു? തൃശ്ശൂർ ജില്ലയിലെ ശാസ്താംകടവ് എന്നൊരു ഗ്രാമമാണത്. അത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ തെക്ക് മാറിയിട്ടുള്ള ഒരു ദേശമാണ്. എൻ്റെ വീട് ആ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ്, അവിടെയാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ മാത്രമല്ല, കേരളത്തിൽ പലയിടത്തും നമുക്ക് ഇപ്പോഴും ഈ ഗ്രാമീണത നഷ്ടപ്പെടാത്ത ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ വളരെയധികം ഉണ്ട്. ഇപ്പോൾ നെൽവയലുകളാണെങ്കിലും ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന, പശുവിനെ കറക്കുന്ന, കൃഷി ജോലി കൂടുതൽ ജീവിത മാർഗമായിട്ട് കരുതുന്ന, തോണി തുഴയുന്ന, അതൊക്കെ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വേറെ എവിടെ നിന്ന് കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളല്ല നമ്മൾ ആ പാട്ടിൽ കാണുന്നവർ. അത്രയും അവിടെ തന്നെയുള്ള, അവിടെ ജീവിക്കുന്ന, അവരുടെ സത്യസന്ധമായിട്ടുള്ള ജീവിതമാണ് നമ്മളതിൽ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ. അപ്പോൾ ശാസ്താംകടവിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗായികയെക്കുറിച്ച് പറഞ്ഞു. ഇനി ആരായിരുന്നു ഇതിന്റെ ചിത്രീകരണം നിർവഹിച്ചതും മറ്റ് ക്രൂ മെമ്പേഴ്സൊക്കെ ആരായിരുന്നു? ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത് സുബീഷ് ഗുരുവായൂരാണ്. എൻ്റെ സുഹൃത്താണ്. വർഷങ്ങളായിട്ട് മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുബീഷ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ബിബിൻ പോൾ സാമുവൽ. ബിബിൻ ഒരു ഡയറക്ടർ കൂടിയാണ്, എഡിറ്ററാണ്. അദ്ദേഹം 101 ചോദ്യങ്ങൾ എന്ന സിനിമയുടെ എഡിറ്ററായിരുന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്ന ഈയിടെ വളരെ പ്രശസ്തമായ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് റനിൽ ഗൗതമാണ്. സത്യത്തിൽ ഈ വരികൾക്ക് ഒരു സാവധാനതയുണ്ട്. വളരെ എഴുതുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ താളം കുറച്ച് സ്പീഡ് കുറഞ്ഞതാണെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഒരു ടെമ്പോ കൊണ്ടുവരണം, ഈണത്തിനൊരു സുഖം കൂടണം എന്ന് റനിൽ പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ അതിന് സംഗീതാവിഷ്കരണം നടത്തിയത്. പിന്നെ നമ്മുടെ സ്ഥിരം ടീം വർക്കിൽ പെടുന്ന, അപ്പോൾ മനു മൈക്കിൾ ജോസഫാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോമി, ശരത്, കുറേ ആളുകളുണ്ട്, ചാൾസ്, ജിഷാന്ത്, നമ്മുടെ സ്ഥിരം ടീമാണ് വർക്കിലുള്ളത്. ഇനി ശ്രുതിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ശ്രുതിക്ക് എങ്ങനെയാണ് ഈ പാട്ട്, ആൽബം പുറത്തിറങ്ങിയ ശേഷം ഈ പാട്ട് പാടിയതിനെ കുറിച്ച് ലഭിച്ചൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ വിഷ്വൽസിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. എനിക്ക് എൻ്റെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ടായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ആദ്യം തന്നെ പാടിയപ്പോഴും എനിക്കത് തോന്നി. ആ വരികളും ആ വരികൾക്ക് അനുസരിച്ച് സംഗീതം അത് നല്ല രീതിയിൽ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലാതെ പാടാൻ പറ്റും. എത്ര നാളായി ശ്രുതി സംഗീതം പഠിക്കുന്നു? ഞാനൊരു 10-12 വർഷത്തോളം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. ഇനിയിപ്പോൾ വീണ്ടും തുടങ്ങണമെന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ അത് ഹരിയേട്ടനായിട്ട് ഷെയർ ചെയ്തു. ഞാൻ ഹരിയേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് അങ്ങനെയായിരുന്നു ആളെ പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ന്യൂ ഇയറിന് തന്നെ ചെയ്യാം, നല്ലൊരു ന്യൂ ഇയർ സോങ് തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഈ സോങ് ചെയ്തത്. ഇനി കുറച്ചുകൂടി മ്യൂസിക് കുറച്ചുകൂടി സീരിയസ് ആക്കണം എന്ന് തീരുമാനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയിൽ നിന്ന് ഒരു പാട്ട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നിൽക്കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നിൻമണിതൻ കുലകൾ വെയിലുലയേ കുളിരു പേതിനിയ കുഴലുമൂതീനി കുറുമൊഴി ഇതിലെ വാ ആരോ പാടി പെയ്യുന്നു തേന്മഴകൾ കുതിരും നിലമിതൊഴുതു മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കണികൾ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോകെ. ആൽബത്തിലൊക്കെ പതുക്കെ പതുക്കെ പാടി സിനിമയിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു ശ്രമത്തിലാണോ ശ്രുതി ഇപ്പോൾ?
അങ്ങനെ അവസരം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. അതിന് നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ, എല്ലാ സിംഗേഴ്സിൻ്റെ ആഗ്രഹം. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സ്വീകരിക്കും. ഇനിയിപ്പോൾ ഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരി ഒരു അവതാരകനാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപും ചില സമകാലിക വിഷയങ്ങളിലൂന്നി ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഹരിയുടെ അടുത്ത പ്ലാൻ? ഇതുപോലെ മറ്റു പ്രൊജക്റ്റുകൾ മുന്നിലുണ്ടോ? ചില ആലോചനകളുണ്ട്. വിഷ്വൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. ടെലിവിഷൻ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇനി തുടർന്ന് സിനിമ തുടങ്ങിയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അതിന് ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഓരോ സമയത്ത് സംഭവിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. ഒപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ആൽബത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ചിലരുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പുതിയ കാല സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട നായിക പ്രയാഗ മാർട്ടിൻ അവർ ഈ പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംവിധായകൻ സിദ്ദിഖ് സാറാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ് ഇതിലെ ഒരു ഭാഗത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ ഒരു ടീം സ്പിരിറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ താല്പര്യത്തോട് സഹകരിക്കുകയായിരുന്നു. ലക്ഷ്മി പിഷാരടി അവരൊരു ടെലിവിഷൻ അവതാരകയാണ്. അവരും ഇതിലെ രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു ആൽബം തന്നെയാണ് പുതുവത്സര ദിനത്തിൽ പ്രേക്ഷകർക്കായി ഹരിയും ശ്രുതിയും സമ്മാനിച്ചത്. ഇനിയും ഇതുപോലുള്ള നല്ല സംരംഭങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന് നന്ദി. താങ്ക് യു.